താൽക്കാലിക വിസി നിയമനവുമായി ഗവർണർ മുന്നോട്ട്. KTU ഡിജിറ്റൽ വിസിമാരായി സിസ തോമസിനെയും ശിവപ്രസാദിനെയും വീണ്ടും നിയമിച്ചു. സർക്കാർ പാനൽ ഗവർണർ തള്ളി. സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഗവർണറുടെ ഇടപെടൽ. സേഫ് സെയിൻ ലാബ്ദീൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സേഫ്, ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗവർണറുടെ നിലപാടല്ലേ? അമൃത, അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഗവർണറെ നേരിട്ട് കണ്ട് ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നുവെന്ന സൂചനകൾ നൽകിയിരുന്നു. പക്ഷേ ഒരു കാരണവശാലും ഞാൻ സർക്കാരുമായി ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്ന സൂചന നൽകിക്കൊണ്ടാണ് സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് നിയമനം നടത്താതെ പുതിയ പട്ടികയിൽ നിന്ന്, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആരെയൊക്കെയാണോ മാറ്റാൻ വേണ്ടി നിർദ്ദേശം നൽകിയത് അവരെ രണ്ടുപേരെയും വീണ്ടും നിയമിച്ചുകൊണ്ട് ഒരു പ്രതികാര സ്വഭാവത്തിൽ ഗവർണർ ഇടപെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിസ തോമസും അതുപോലെ തന്നെ കെ ശിവപ്രസാദും, ഇവർ രണ്ടുപേരും സർക്കാരിന് അനഭിമിതരായിരുന്നു. കാരണം ഇവർക്ക് രണ്ടുപേരുടെ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പ് പല ഘട്ടങ്ങളിൽ സർക്കാർ രേഖപ്പെടുത്തിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ നിയമനത്തിനെതിരെ കോടതികളെ സമീപിച്ചത്. കോടതികളെ സമീപിക്കുമ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, പിന്നീട് ഡിവിഷൻ ബെഞ്ച്, ഇത് രണ്ടുപേരും സർക്കാരിന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചു. സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന വിധിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്ക് പിന്നാലെ തന്നെ സർക്കാർ ഒരു പട്ടിക 3 പേരുടെ, ഓരോ സർവകലാശാലകളിലേക്കും 3 പേരുടെ പട്ടികയാണ് നൽകിയത്. ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം നിയമനം നടത്താൻ എന്ന് കൃത്യമായി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് അങ്ങനെ 3 പേരുടെ പട്ടിക, 3 പേരുടെ പട്ടിക സംസ്ഥാന സർക്കാർ രാജ്ഭവന് കൈമാറുന്നത്. അനുനയത്തിന്റെ സൂചന നൽകിക്കൊണ്ട് കേരള VC മോഹൻ കുന്നുമൽ, അദ്ദേഹം രാജ്ഭവനുമായി സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. അദ്ദേഹവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഫോണിൽ സംസാരിക്കുന്നു. അദ്ദേഹം കേരള സർവകലാശാലയിലെത്തി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുന്നു. അതിനുശേഷം രാജ്ഭവനിലെത്തി നിയമമന്ത്രിയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറെ രാജേന്ദ്ര അർലേക്കറെ കാണുന്നു. അതും അനുനയത്തിന്റെ സൂചന നൽകുന്നതായിരുന്നു. 2 ബില്ലുകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ഒന്ന് സ്വകാര്യ സർവകലാശാല ബില്ല്. സ്വകാര്യ സർവകലാശാല ബില്ല് അദ്ദേഹം എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും ആ ബില്ലിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. അതുപോലെ തന്നെ സർവകലാശാല ഭേദഗതി ബില്ല്, ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ അധികാരങ്ങൾ കുറയ്ക്കുന്ന ബില്ലാണ്. അത് രാഷ്ട്രപതിക്ക് അയക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ 2 ബില്ലിൽ ഒപ്പിടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഒരു അനുനയത്തിന്റെ സൂചന നൽകിക്കൊണ്ട് ഇവർ രണ്ടുപേരും രാജ്ഭവനിലെത്തി ഗവർണറെ കാണുന്നത്. ഇതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം, ഗവർണർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കുറേ കാലത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നു എന്ന് രാജ്ഭവൻ തന്നെ വ്യക്തമാക്കിയതാണ്. അവിടെയും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് ഈ ബില്ലുകളിൽ ഒപ്പിടണം. അതുപോലെ തന്നെ VC-മാരുടെ നിയമനം, കേരളത്തിലെ 13 സർവകലാശാലകളുണ്ട്, 12 സർവകലാശാലകളിലും താൽക്കാലിക VC-മാരാണ് ഉള്ളത്. 2 VC-മാരുടെ നിയമനം റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് ആ നിയമനം നടത്തണം. ബാക്കിയുള്ള സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ നിയമിക്കണം. ഈ ആവശ്യം മുഖ്യമന്ത്രി നേരിട്ട് മുന്നോട്ട് വെച്ചതാണ്. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഗവർണർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ആ തീരുമാനം. കാരണം അനുനയത്തിന്റെ പാതയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിട്ട് എന്തുകൊണ്ട് ഗവർണർ അത് എത്തുന്നില്ല എന്നുള്ള സംശയം സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. അവിടെയും ഒരു പോരിന് അദ്ദേഹം തയ്യാറെടുക്കുന്നു എന്ന ബോധ്യം CPM-ന് പിന്നീടാണ് ഉണ്ടായത്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് SFI വീണ്ടും പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള നിർദ്ദേശം പാർട്ടി നേതൃത്വം നൽകിയത്. പാർട്ടി നേതൃത്വം ഇടതുമുന്നണിയും പ്രതിഷേധ സ്വരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ നിയമനം സർക്കാരിന് ഒരു തരത്തിൽ വെല്ലുവിളിക്കുന്ന നിയമനമായി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം സർക്കാർ നൽകിയ 3 പേരുടെ പട്ടികയുണ്ട്. ആ പട്ടിക അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ പട്ടിക അംഗീകരിക്കാതെ ആ നിയമനം നടത്താൻ വേണ്ടി താൻ തയ്യാറല്ല, നിങ്ങൾ നൽകുന്ന പട്ടികയിൽ നിന്ന് ഞാൻ നിയമനം നടത്തുന്നില്ല എന്ന് സംസ്ഥാന സർക്കാരിനോട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഏത് VC-മാരെയാണോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മാറ്റി നിർത്താൻ വേണ്ടി പറഞ്ഞത്, ഇവരെ 2 പേരെയും തന്നെ വീണ്ടും നിയമിക്കുന്നു. ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് സിസ തോമസിനെ നിയമിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അണ്ടറിലാണ് ആ വകുപ്പ് ഉള്ളത്. IT വകുപ്പുമായി ബന്ധപ്പെട്ട ആണ് അത് ഉള്ളത്. അതുപോലെ തന്നെ KTU സാങ്കേതിക സർവകലാശാലയിലേക്ക് കെ ശിവപ്രസാദിനെ വീണ്ടും നിയമിച്ചുകൊണ്ട് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നല്ല ഞാൻ നിയമനം നടത്തുന്നത്, നിങ്ങൾ ആർക്കെതിരെയാണോ കേസ് പോയത് അവരെ ഞാൻ വീണ്ടും നിയമിക്കുന്നു എന്ന് സർക്കാരിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരു പോരാട്ടത്തിന് താൻ തയ്യാറെടുക്കുകയാണ് എന്ന് സൂചന നൽകിക്കൊണ്ടാണ് രാജേന്ദ്ര അർലേക്കർ ഇപ്പോൾ ഈ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി പ്രതിനിധി ആർ ശശികുമാർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ശശികുമാർ, ഇപ്പോൾ സർക്കാർ പാനൽ അങ്ങനെ തന്നെ ഗവർണർ തള്ളിയിരിക്കുകയാണ്. വീണ്ടും സിസ തോമസിനെയും അതുപോലെ തന്നെ ശിവപ്രസാദിനെയും താൽക്കാലിക VC-മാരായി നിയമിച്ചിരിക്കുന്നു. എങ്ങനെ കാണണം അദ്ദേഹത്തിന്റെ ഈ നിലപാടിനെ? സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും
സർക്കാരിന് അനുകൂലമായിട്ടായിരുന്നു വിധി വന്നത്. കാരണം സർക്കാരിന്റെ നിലപാടിനെ ശരിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും വന്നത്. പക്ഷെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗവർണർ സുപ്രീം കോടതിയിൽ പോയത്. അദ്ദേഹം ഉന്നയിച്ചത് വൈസ് ചാൻസലറെ നിയമിക്കുന്നത് താൽക്കാലികമായാലും സ്ഥിരമായാലും അത് ഗവർണറുടെ അധികാര പരിധിയിൽപ്പെട്ടതാണെന്നും അതുകൊണ്ടാണ് താൻ നിയമിച്ചതെന്നും ആയിരുന്നു. അപ്പൊ കോടതിയുടെ വിധി ഞങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലാകുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് ഈ രണ്ട് സർവകലാശാലയും ഡിജിറ്റലിലും സാങ്കേതിക സർവകലാശാലയിലും 6 മാസത്തെ കാലാവധി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 6 മാസത്തെ കാലാവധിയിൽ ഈ രണ്ട് വൈസ് ചാൻസലർമാർക്കും പുനർനിയമനം കൊടുക്കുന്നതിന് ചാൻസലർക്ക് പൂർണ്ണ അധികാരമുണ്ട് എന്ന് വ്യക്തമായ വിധിയിൽ പറഞ്ഞിരിക്കുന്നു. രണ്ടുപേരിൽ 2 വീസിമാരൊക്കെ എക്സിസ്റ്റിംഗ് വീസിമാരെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് ഉപയോഗിക്കേണ്ടത് 6 മാസം എന്നുള്ള വ്യവസ്ഥ വേണം. പക്ഷേ ഗവർണർ നേരത്തെ അവരെ നിയമിച്ചപ്പോഴത്തേക്കും 6 മാസം എന്നുള്ള വ്യവസ്ഥ പറഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ 6 മാസം എന്നുള്ള വിധിയല്ല, ഗവൺമെന്റിന്റെ പാനലിൽ നിന്ന് മാത്രമേ നിയമിക്കാവുള്ളൂ എന്നുള്ളതായിരുന്നു നമ്മുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ആ വിധിക്ക് എതിരായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോഴ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളതാണ് ആ വിധി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിനിപ്പോൾ മറ്റൊരു രീതിയിൽ ചില സർക്കാർ കേന്ദ്രങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഗവർണർ വൈസ് ചാൻസലർമാരെ നിയമിക്കാം. മറ്റ് സർവകലാശാല ഈ ക്ലാസ് ഒന്നും ഭാഗമില്ല, ഗവർണർക്ക് യുക്തമായ തീരുമാനമെടുക്കാം. അതുകൊണ്ട് ഈ എടുത്തേക്കുന്ന തീരുമാനം ശരിയാണ്, ഈ തീരുമാനം സ്വാഗതാർഹമാണ്. തീർച്ചയായിട്ടും സിംഗിൾ ബെഞ്ചിന്റെയും ഡിവിഷൻ ബെഞ്ചിന്റെയും വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്തതാണ്. ഇപ്പോൾ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു. അതിനെ മറ്റൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റു ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നന്ദി ശ്രീ RS ശശികുമാർ പ്രതികരിച്ചതിന്. സേഫ് സൈൻ ലാബ്ഡിൻ തുടരുന്നുണ്ട്. സേഫ്, ഇപ്പോൾ ശശികുമാറൊക്കെ പറയുന്നത് ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ്. പക്ഷേ നമുക്കറിയാം ഒരു അനുനയ നീക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നൊരു സന്ദർഭമായിരുന്നു. മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി ഗവർണറെ കാണുന്നു. അപ്പോൾ കാര്യങ്ങൾ ഇനിയിപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതുമാണ്. പക്ഷേ അവിടെയാണ് ഇപ്പോൾ സർക്കാരിന്റെ പാനലിൽ അപ്പാടെ ഗവർണർ തള്ളിയിരിക്കുന്നത്. ഇനിയിപ്പോൾ സർക്കാരിന്റെ നിലപാട് ഏത് രീതിയിലായിരിക്കും? വീണ്ടും ഒരു പോരിലേക്ക് കാര്യങ്ങൾ കടക്കുമോ? അത് പോരിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത, അമൃത. കാരണം സംസ്ഥാന സർക്കാർ ഒരു പട്ടിക നൽകുന്നു, ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് എത്താൻ വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് രാജ്ഭവനിലേക്ക് എത്തുന്നു. എന്നിട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സൂചന ഗവർണർ നൽകുമ്പോൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി സർക്കാരിന് ഏക ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ് ഈ നിയമനത്തിലൂടെ ഗവർണർ ചെയ്തിരിക്കുന്ന കാര്യം. സർക്കാർ ആർക്കെതിരെയാണോ കോടതി പോയി അവരെ രണ്ടുപേരെയും തന്നെ വീണ്ടും നിയമിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നതല്ല ഞാൻ പറയുന്നതാണ് കാര്യം എന്ന് സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് രാജേന്ദ്ര അർലേക്കർ പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അവിടെയും സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് താൽക്കാലിക വിസിമാരുടെ നിയമനം 6 മാസത്തേക്ക് മാത്രമേ പാടുള്ളൂ. 6 മാസത്തിന് ഉള്ളിൽ സ്ഥിരം വിസിമാരെ നിയമിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കണം എന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 6 മാസത്തേക്കെങ്കിലും ഞാൻ പറഞ്ഞ ആളെ വെക്കുകയാണ്, നിങ്ങൾ പറയുന്നതല്ല ശരി എന്ന് പറഞ്ഞു വെക്കുക വഴി സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ കൃത്യമായ വെല്ലുവിളി ഉയർത്തുകയാണ് RSSകാരനായ രാജേന്ദ്ര അർലേക്കർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന സർക്കാരിന് ഇനി അതിനകത്ത് നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ റിവിഷൻ പെറ്റീഷൻ വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ കൊടുക്കാം. പക്ഷേ അത് റിവിഷൻ പെറ്റീഷൻ കൊടുത്താൽ അത് ബെഞ്ചിലൊക്കെ കേട്ട് ചേംബറിൽ കേട്ടിട്ട് വേണം പിന്നീട് അത് പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ പിന്നീടൊരു വ്യക്തത അതിനകത്ത് വരേണ്ടിയിരിക്കുന്നു. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന തീരുമാനമാണ് രാജ്ഭവനിൽ നിന്ന് രാജേന്ദ്ര അർലേക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അമൃത.